മഴയെ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെയാണ് തമിഴ്നാട്ടിലെ കൃഷിയിടങ്ങൾ. വരണ്ടുണങ്ങിയ മണ്ണിൽ പ്രകൃതി കനിയുമെന്ന് വിശ്വസിക്കാൻ തന്നെ പ്രയാസം. എന്നാൽ അധ്വാനിക്കുന്ന കർഷകൻ പ്രകൃതിയെ തോൽപ്പിക്കുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക. എങ്ങും അധ്വാനിക്കുന്ന കർഷകന്റെ വിയർപ്പിന്റെ ഗന്ധം, ഹരിതഭംഗി കൊണ്ട് ഏവരുടെയും മനം കുളിർപ്പിക്കുന്ന കൃഷിയിടങ്ങൾ. അതുകൊണ്ട് തന്നെയാവണം തമിഴ്നാടിൻ്റെ കാർഷിക സംസ്കൃതി നെഞ്ചിലേറ്റിയ ഒരാൾക്കും അത് മറക്കാനാവാത്ത അനുഭവമായി മാറുന്നത്. പാലക്കാടൻ അതിർത്തിയുടെ ചുടുകാറ്റേറ്റ് കോയമ്പത്തൂരിലേക്ക് യാത്രയാവുകയാണ് ഹരിതഭാരതം ടീം. കൃഷിയെ നെഞ്ചോടമർത്തുന്ന കർഷകന്റെ അനുഭവ കഥകൾ മനസ്സു നിറയെ. അതിനെ പരിപോഷിപ്പിക്കാനെന്നോണം പ്രകൃതിയുടെ മാസ്മര ഭംഗി ഞങ്ങൾക്ക് ഏറെ ആശ്വാസമാകുക തന്നെ ചെയ്തു. കോയമ്പത്തൂരിനടുത്ത് കാളമ്പാലയം ഗ്രാമത്തിലേക്കാണ് ഈ യാത്ര. മണ്ണിട്ട പാതകളും കടന്ന് യാത്ര തുടരുമ്പോൾ മനോഹരമായ നിരത്തുകൾ കാർഷിക മാഹാത്മ്യം വിളിച്ചോതുന്നുണ്ട്. കാളമ്പാലയത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് മുന്തിരിത്തോട്ടങ്ങളുമായുള്ള ഒരു ബന്ധത്തിൻ്റെ കഥയാണ്. വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 35 വർഷങ്ങൾക്ക് മുൻപ്, മുന്തിരി കോയമ്പത്തൂരിൽ വിരുന്നെത്തിയ കഥ. കോയമ്പത്തൂരിൽ ആദ്യമായി മുന്തിരി കൃഷി ആരംഭിച്ചത് കാളമ്പാലയം ഗ്രാമത്തിലെന്നാണ് ചരിത്രം. ഈ ചരിത്രത്തിൻ്റെ അമരക്കാരൻ്റെ കൃഷിയിടത്തിലേക്കാണ് ഹരിതഭാരതത്തിൻ്റെ ഇന്നത്തെ പ്രയാണം. ഗ്രാമീണതയുടെ തുരുത്തുകൾ കടന്നുള്ള യാത്ര. പൊടിമണ്ണ് നിറഞ്ഞ ഈ വഴി കടന്ന് നമ്മൾ എത്തിച്ചേരുന്നത് വേലുമയിൽ സ്വാമിയുടെ വസതിയിലേക്ക്. ഇത് വേലുമയിൽ സ്വാമി. തമിഴൻ്റെ പരമ്പരാഗത രീതിയിൽ മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റ് കൃഷിയിൽ സൃഷ്ടിച്ച വിപ്ലവകാരി. ലിറ്ററേച്ചറിൽ BA പാസ്സായി അധ്യാപന വൃത്തിയും നോക്കിയ ശേഷം കൃഷിയുടെ മഹിമ കണ്ടറിഞ്ഞ് മണ്ണിലേക്ക് മടങ്ങി വന്ന കർമ്മകുശലൻ. ഈ കർമ്മകുശലത വേലുമയിൽ സ്വാമിക്ക് ദിവ്യമായ ഒരു അനുഭവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്നും പുലർച്ചെ വേലുമയിൽ സ്വാമി മുന്തിരിത്തോട്ടത്തിലേക്ക് പോകും. മുന്തിരികൾ പൂവിട്ടോ എന്ന് നോക്കും, കായകൾ വിളഞ്ഞുവോ എന്ന് കണ്ടറിയും. എന്നിട്ട് ഒരു പിഞ്ചു കുഞ്ഞിനെ ലാളിക്കുന്നതുപോലെ ഹരിതാഭമായ ആ ഇലകളിൽ തലോടി തോട്ടത്തിലാകെ പരതി നടക്കും. സ്വന്തം കൃഷിയിടത്തിൽ നിന്നും ശേഖരിക്കുന്ന പൂവാണ് സ്വാമി എന്നും പൂജയ്ക്കായി ഉപയോഗിക്കുന്നത്. ആരും സ്പർശിക്കാത്ത പൂജാപുഷ്പവുമായി വീട്ടിലെത്തി മടങ്ങിക്കഴിഞ്ഞാൽ കൃഷി തന്നെ സ്വാമിക്ക് പഥ്യം. 25 ഏക്കറിൽ പരന്നുകിടക്കുന്ന ഇവിടത്തെ മുന്തിരിത്തോട്ടങ്ങളിൽ നിന്നും പ്രതിവർഷം സ്വാമിക്ക് ലഭിക്കുന്ന വരുമാനം 10 ലക്ഷത്തോളം രൂപയാണ്. പണസമ്പാദനത്തിനൊപ്പം ഏറെ സന്തോഷം തരുന്ന ഒന്നുകൂടിയാണ് മുന്തിരി കൃഷി എന്ന സത്യം സ്വാമി സമ്മതിക്കുന്നു. எங்களுடைய ஃபேமிலி முழுக்க முழுக்க விவசாயம். எங்கள் அப்பாவோட அப்பா தொடர்ந்து விவசாயத்திலே தான் பண்ணிகிட்ருக்காங்க. പരമ്പരാഗതമായി കാർഷിക കുടുംബമാണ് വേലുമയിൽ സ്വാമിയുടേത്. വേലുമയിൽ സ്വാമി കോളേജിൽ അവസാന വർഷ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് മുത്തച്ഛൻ മുന്തിരിത്തൈ നട്ട് കൃഷിയിൽ വിപ്ലവകരമായ ഒരു പരീക്ഷണം നടത്തുന്നത്. അന്നുവരെ കരിമ്പും പച്ചക്കറികളുമായിരുന്നു കൃഷി. പഠനകാലത്ത് തന്നെ കൃഷിയിൽ കമ്പമുണ്ടായിരുന്ന വേലുമയിൽ സ്വാമി മെല്ലെ മെല്ലെ കാർഷിക വൃത്തിയിലേക്ക് തിരിയുകയായിരുന്നു. ശാസ്ത്രീയമായി മുന്തിരി കൃഷി ചെയ്യുവാൻ കാർഷിക സർവകലാശാലയിലെ ഡോക്ടർ മാധവ റാവുവിനെ സമീപിച്ചു. റാവു നൽകിയ അറിവുകളാണ് മുന്തിരി കൃഷിയിൽ തുടക്കത്തിൽ പ്രചോദനമായി മാറിയത്. ഗ്രേപ്സ് ഓഫ് സുൽത്താന എന്നു പേരുള്ള ഗുണമേന്മ ഏറിയ ഇനം മുന്തിരിയിലായിരുന്നു പരീക്ഷണം. അത് കോയമ്പത്തൂരിലെ ആദ്യത്തെ മുന്തിരി കൃഷിയുടെ തുടക്കം കൂടിയായിരുന്നു. അതുകൊണ്ട് കൃഷിയിൽ പ്രാവീണ്യമുള്ളവർ കോയമ്പത്തൂരിൽ ഇല്ലാതെ വന്നെന്ന യാഥാർത്ഥ്യവും സ്വാമിക്ക് നേരിട്ടറിയേണ്ടി വന്നു. ശാസ്ത്രീയമായി മുന്തിരി കൃഷി ചെയ്യുന്നതിൽ പ്രാവീണ്യം സിദ്ധിച്ച തൊഴിലാളികളെ മധുരയിൽ നിന്നും കൊണ്ടുവന്നാണ് കൃഷി ആരംഭിക്കുന്നത്. ഈ സമയമൊക്കെയും കൃഷി കണ്ടറിഞ്ഞ് പഠിക്കുവാൻ സ്വാമി അതീവ താൽപ്പര്യം പ്രകടിപ്പിച്ചു. അതിനായി കർണാടകയിലും മഹാരാഷ്ട്രയിലും ആന്ധ്രാപ്രദേശിലുമൊക്കെ യാത്ര ചെയ്യുവാനും വേലുമയിൽ സ്വാമി മടിച്ചില്ല. ഈ കണ്ടറിവിൻ്റെയും ശാസ്ത്രീയതയുടെയും മികവാണ് വിളഞ്ഞു തുടുത്ത മുന്തിരി കുലകളായി സ്വാമിയുടെ തോട്ടത്തിൽ വിളവെടുപ്പിനായി കാത്തിരിക്കുന്നത്.
വിളഞ്ഞു പഴുത്ത മുന്തിരിക്കുലകൾ അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. സൂര്യരശ്മികൾ മുന്തിരിക്കുലകളിൽ തട്ടി പ്രതിഫലിക്കുമ്പോൾ ഈ സൗന്ദര്യം വർദ്ധിക്കുന്നത് പോലെ. ഇളം ചുവപ്പ് നിറത്തിൽ വിളഞ്ഞു തുടുത്ത് പച്ചിലകൾക്കിടയിൽ മുന്തിരി കായ്ച്ചു നിൽക്കുന്ന കാഴ്ച ആരിലാണ് സന്തോഷം ജനിപ്പിക്കാതിരിക്കുക? എന്നും പുലർച്ചെ സ്വന്തം മുന്തിരിത്തോട്ടത്തിലൂടെ ഉലാത്തുമ്പോൾ ലഭിക്കുന്ന ആനന്ദം അനിർവചനീയമാണെന്ന് വേലുമയിൽ സ്വാമിയെപ്പോലെ ആരും ചിന്തിച്ചു പോവുക തന്നെ ചെയ്യും. ഗുണമേന്മയേറിയ ഫലസസ്യം എന്ന മേന്മയുള്ളത് കൊണ്ട് തന്നെ മുന്തിരി കൃഷി എന്നും കർഷകർക്ക് ഐശ്വര്യം മാത്രം സമ്മാനിക്കുന്ന ഒന്നാണ്. மெடிக்கேட்டட் ஒர்த்து இருக்குது. இது ஆயுர்வேதிக் ட்ரெடிஷனில் வந்து கருப்பு திராட்சையில் வந்து அதிகப்படியான இந்த அரிஷ்டம் அது இதுகளுக்கெல்லாம் யூஸ் பண்ணுறாங்க. ബ്ലഡ് പ്യൂരിഫിക്കേഷൻ. ആയുർവേദ ഔഷധക്കൂട്ടുകളിൽ പലതിലും ഒഴിവാക്കാനാവാത്ത ഒന്നുകൂടിയാണല്ലോ മുന്തിരി. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് മുന്തിരി മികച്ച ഒന്നെന്നാണ് ആയുർവേദം പറയുന്നത്. രക്തശുദ്ധി വർദ്ധിപ്പിക്കുന്നതിനും ഉദര സംബന്ധമായ അസുഖങ്ങൾക്കും ഉപകരിക്കുന്ന മുന്തിരി ആരോഗ്യ സംരക്ഷണത്തിൽ വളരെ വലിയ പങ്കാണ് വഹിക്കുന്നത്. ജ്യൂസും വീഞ്ഞുമെല്ലാം ഉപയോഗിക്കുന്ന മലയാളി അടക്കമുള്ളവർക്ക് എന്നും ഏറെ കൗതുകം പകരുന്ന ഫലവർഗം തന്നെയാണ് മുന്തിരി. ഉണങ്ങിയ മുന്തിരി കേക്ക് അടക്കമുള്ള ബേക്കറി പലഹാരങ്ങളുടെ ഉൽപ്പാദനത്തിലും ഉപയോഗിച്ചു വരുന്നു. കൃത്യമായ പരിചരണമാണ് മുന്തിരി കൃഷിയിൽ ശ്രദ്ധിക്കേണ്ടതെന്നാണ് വേലുമയിൽ സ്വാമിയുടെ അഭിപ്രായം. ഇക്കാര്യം നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും മുന്തിരിയുടെ പരിചരണത്തിൽ സ്വാമി കുറവ് വരുത്താറില്ല. ശരിയായ സമയത്ത് പ്രൂണിംഗ് നടത്തി വളം ചെയ്ത് ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും ചെടിയെ സംരക്ഷിച്ചാൽ മുന്തിരിയിൽ നിന്നും ലഭിക്കുന്ന ആദായം ഏറെയാണെന്ന് സ്വാമിക്കറിയാം. ചെടികൾ തമ്മിലുള്ള അകലമാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. തൈകൾക്കിടയിൽ 10 അടി അകലവും വരികൾക്കിടയിൽ 5 അടി അകലവും ഉണ്ടായിരിക്കണമെന്നാണ് കണക്ക്. ഒരേക്കറിൽ 1100-നും 1200-നും ഇടയ്ക്ക് തൈകൾ വയ്ക്കാനാകും. പ്രൂണിംഗ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന കമ്പുകളിൽ വേരു കിളിർപ്പിച്ചാണ് നഴ്സറി തൈകൾ തയ്യാറാക്കുന്നത്. ഈ തൈകൾ തോട്ടത്തിലേക്ക് മാറ്റുമ്പോൾ അതിന് താങ്ങുകമ്പ് വച്ചു കൊടുക്കണം. സ്വാമിയുടെ തോട്ടത്തിൽ ഇതിനൊക്കെ ഏറെ പ്രാവീണ്യം സിദ്ധിച്ച ജോലിക്കാർ തന്നെയുണ്ട്. ഇലകൾ തളിർത്തു വരുന്ന കാലത്ത് കീടങ്ങളെ അകറ്റാനുള്ള രാസമിശ്രിതം പ്രയോഗിക്കണം. 1 ലിറ്റർ വെള്ളത്തിന് 2 മില്ലി ലിറ്റർ എന്ന കണക്കിലുള്ള രാസ കീടനാശിനിയോ വേപ്പിൻ്റെ കീടനാശിനിയോ ആണ് ഉപയോഗിക്കാറുള്ളതെന്ന് സ്വാമി. ഇലകൾ വളർന്ന് വള്ളി പടരാൻ തുടങ്ങുമ്പോൾ താങ്ങുകമ്പുകൾ മെല്ലെ മാറ്റിക്കളയാം. പന്തലിൽ പടരുന്ന സമയത്ത് പ്രൂണിംഗ് അഥവാ ശാഖകൾ വെട്ടിയൊരുക്കൽ അത്യാവശ്യമെന്ന് അനുഭവസ്ഥൻ. പ്രൂണിംഗ് സമയത്ത് മുന്തിരിക്ക് വളപ്രയോഗവും ആവശ്യമാണ്. കാലിവളവും പച്ചില വളവുമാണ് ഈ സമയത്ത് കൂടുതലായി നൽകാറുള്ളത്. കുറഞ്ഞ അളവിൽ നൈട്രജൻ വളങ്ങളും ചേർക്കും. 45 ദിവസം കഴിയുമ്പോൾ മുന്തിരികൾ പൂവിട്ട് തുടങ്ങും. ഈ സമയത്ത് മുന്തിരിയുടെ ചുവട്ടിൽ യൂറിയ, സൾഫേറ്റ്, പൊട്ടാഷ് എന്നീ വളങ്ങൾ ചേർക്കുമ്പോൾ കാൽസ്യം, അമോണിയം നൈട്രേറ്റ് തളിക്കേണ്ടതുമുണ്ടെന്ന് സ്വാമി. ஃப்ரம் த பிகினிங்கில் பிளான்ட் ப்ரொடெக்ஷன் எடுத்துட்டால் இதுக்கு வந்து ஜாஸ்தி டிசீஸ் வரும். லீஃப் டிசீஸ் அது வந்து டவுனி மில்ഡിயூ. ഇലകളിൽ ഫംഗസ് രോഗങ്ങൾ ഉണ്ടാവാതെ സൂക്ഷിക്കുന്നതാണ് മറ്റൊരു പ്രധാന ജോലി. ഡൗണി മിൽഡ്യൂ, പൗഡറി മിൽഡ്യൂ എന്നീ രോഗങ്ങളാണ് സാധാരണയായി വന്നു ചേരാറുള്ളത്. ബോഡോ മിശ്രിതമോ ഡൈത്തേൻ M45 ആണ് ഡൗണി മിൽഡ്യൂവിന് പ്രതിവിധിയായി പ്രയോഗിക്കാറുള്ളത്. പൗഡറി മിൽഡ്യൂവിന് ലിക്വിഡ് സൾഫറും തളിക്കുന്നു. ഇലയിൽ ബോറോൺ അടക്കമുള്ള മൈക്രോ ന്യൂട്രിയൻസ് തളിക്കുന്നതും മുന്തിരി യഥാസമയം വിളവ് തരാൻ ആവശ്യമെന്ന് വേലുമയിൽ സ്വാമി. സ്വന്തം കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത്ര ശ്രദ്ധയോടെ പരിചരിക്കപ്പെട്ട വേലുമയിൽ സ്വാമിയുടെ തോട്ടത്തിൽ കയറിയാൽ മാത്രമറിയാം അവിടുത്തെ കൃഷിയുടെ മഹത്വം. കേടുപാടുകളൊന്നും മേശാത്ത നല്ല ആരോഗ്യമുള്ള മുന്തിരി തൈകൾ, അതിലേറെ ആരോഗ്യം തുടുത്തു നിൽക്കുന്ന വിളഞ്ഞു പഴുത്ത മുന്തിരിക്കുലകൾ, കായകൾ തമ്മിലുള്ള അകലം വരെ അതിശയകരമാം വണ്ണം മനോഹരമായിരിക്കുന്നു. ആദ്യമൊക്കെ രാസവളങ്ങളാണ് ഇവിടുത്തെ തോട്ടങ്ങളിൽ പ്രയോഗിച്ചിരുന്നത്. എന്നാൽ രാസവളം ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിച്ച മുന്തിരിക്കുലകൾക്ക് വിപണിയിൽ ഡിമാൻഡ് കുറവെന്നാണ് അനുഭവമെന്ന് വേലുമയിൽ സ്വാമി. അതുകൊണ്ട് തന്നെ ജൈവ കൃഷിയിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞു ഈ കർഷകൻ.
മണ്ണിര കമ്പോസ്റ്റിന്റെ മാഹാത്മ്യം അറിഞ്ഞ കർഷകനാണ് വേലുമയിൽ സ്വാമി. ജൈവ കൃഷിയിലേക്ക് മാറുമ്പോൾ മുന്തിരിത്തോട്ടത്തിന്റെ ഉൽപാദനം കുറയാതിരിക്കുന്നതിനായി മണ്ണിര കമ്പോസ്റ്റും വെർമി വാഷ് എന്നറിയപ്പെടുന്ന മണ്ണിര സത്തും ഏറെ പ്രയോജനകരമാണെന്നാണ് ഇദ്ദേഹത്തിന്റെ സാക്ഷ്യം. തന്റെ കൃഷിയിടത്തിനാവശ്യമായ കമ്പോസ്റ്റ് നിർമ്മിക്കുന്നതിനു വേണ്ടി വിപുലമായ തോതിൽ ഒരു യൂണിറ്റ് ഇദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മണ്ണിരകളുടെ ഉൽപാദനത്തിനായി മറ്റൊരു യൂണിറ്റുമുണ്ട്. പുതുതായി നട്ടുവരുന്ന മുന്തിരി വള്ളികൾക്കുള്ള അടിവളം ഇപ്പോൾ മണ്ണിര കമ്പോസ്റ്റ് തന്നെ. அதிகப்படியாக நாங்கள் பன்னீர் திராட்சை மஸ்கட் ஹேம்பரும்பாங்க. கேரளாவில் முந்திரி ரோஸ் മുന്തിരിയുമ്പാங்க. ഗ്രേപ്സ് ഓഫ് സുൽത്താന എന്ന ഇനം മുന്തിരിയാണ് ആദ്യം കൃഷി ചെയ്തിരുന്നതെങ്കിൽ മസ്കറ്റ് ഹാമ്പർ എന്ന് വിളിക്കുന്ന റോസ് മുന്തിരിയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ കൃഷിയിടങ്ങളിൽ വിളയാറുള്ളത്. അതിനൊപ്പം കുരുവില്ലാത്ത മുന്തിരിയുടെ 3 ഇനങ്ങൾ കൂടി ഇദ്ദേഹം വളർത്തി വരുന്നുണ്ട്. 1 ഏക്കർ നഴ്സറി പാകപ്പെടുത്തിയെടുക്കാൻ 1,45,000 രൂപയാണ് ചെലവ്. ഇവിടെ നിന്നും ഉപയോഗിക്കുന്ന തൈകൾ തരുന്ന വിളവിൽ നിന്നുമുള്ള ലാഭം ഏക്കറിന് 500,000-നും 350,000-നും ഇടയ്ക്ക് വരും. തികഞ്ഞ ആദായകരമായ പ്രവൃത്തിയാണ് ഇതെന്ന് വേലുമയിൽ സ്വാമി വീണ്ടും അഭിമാനത്തോടെ പറയുന്നു. സീസണിൽ ഏക്കറിൽ നിന്നും 6 മുതൽ 8 ടൺ വരെയാണ് വിളവ് ലഭിക്കാറുള്ളത്. കിലോഗ്രാമിന് 16 രൂപ ശരാശരി വിലയ്ക്ക് വിൽക്കാനും കഴിയുന്നുണ്ടെന്ന് സ്വാമി. തോട്ടത്തിലെ വിളവെടുപ്പ് മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. അഴകുള്ള ചുവന്നു തുടുത്ത മുന്തിരിക്കുലകളെ കത്രികയുടെ സഹായത്തോടെ കുലയോടെ മുറിച്ചെടുക്കും. എന്നിട്ട് മുന്തിരിക്കുലയിലെ നിറം മങ്ങിയ കായകളും മറ്റും വെട്ടിക്കളഞ്ഞൊരുക്കുന്ന പ്രക്രിയ കൂടിയുണ്ട്. അതീവ ശ്രദ്ധയോടെ ഇങ്ങനെ തയ്യാറാക്കിയ മുന്തിരിങ്ങ തോട്ടത്തിൽ നിന്ന് തന്നെ പാക്ക് ചെയ്യുകയാണ് പതിവ്. കാർഡ്ബോർഡ് ബോക്സിൽ നിറയ്ക്കുന്ന മുന്തിരിങ്ങ തൂക്കം നോക്കിയ ശേഷം പാക്ക് ചെയ്ത് വിൽപ്പനയ്ക്ക് തയ്യാറാക്കുകയും ചെയ്യും. 6 കിലോഗ്രാമാണ് ഒരു പെട്ടിയിൽ നിറയ്ക്കുന്നത്. പെട്ടിയിൽ നിറച്ച മുന്തിരി അധികവും എത്തുന്നത് കേരളത്തിലേക്ക്. ഗ്രേപ്സ് ഗ്രോവേഴ്സ് അസോസിയേഷൻ കോയമ്പത്തൂരിന്റെ സീലുള്ള പെട്ടികളിലാണ് മുന്തിരി നിറയ്ക്കാറുള്ളത്. ഒരു പ്രദേശത്തെ മുന്തിരിക്കെല്ലാം ഒരേ വില ലഭിക്കുവാൻ ഇതുമൂലം കഴിയുന്നു. വിൽപ്പനക്കാർ തമ്മിലുള്ള ധാരണകൾ തെറ്റാതെ കാത്തു സൂക്ഷിക്കുവാനും ബുദ്ധിമാനായ ഈ കർഷകനറിയാം. വിൽപ്പനയ്ക്ക് തയ്യാറായി വിപണിയിലെത്തുന്ന മുന്തിരിങ്ങകൾ സംബന്ധിച്ച് നിലവിലുള്ള ഒരു തെറ്റിദ്ധാരണയെക്കുറിച്ച് വേലുമയിൽ സ്വാമി ചൂണ്ടിക്കാട്ടി തന്നത് കൗതുകകരമായ ഒരു അറിവായിരുന്നു. പലരും പറയാറുണ്ട്, വിഷലിപ്തമായ മുന്തിരിങ്ങകളാണ് വിപണിയിൽ ലഭിക്കാറുള്ളതെന്ന്. അതിനവർ തെളിവായി കാട്ടുന്നതാകട്ടെ മുന്തിരിങ്ങയുടെ പുറത്തുള്ള വെള്ള നിറമുള്ള പൊടിയുമാണ്. എന്നാൽ വെള്ള നിറത്തിൽ കാണുന്ന ഈ വസ്തു വിഷം കലർന്ന കീടനാശിനിയല്ലെന്നാണ് വേലുമയിൽ സ്വാമിയുടെ അഭിപ്രായം. നേരെ മറിച്ച് മുന്തിരിങ്ങയിൽ സ്വാഭാവികമായി കാണുന്ന മെഴുകു പ്രതലമാണത്രേ ഈ രീതിയിൽ കാണുന്നത്. அந்த பழத்தில் இருக்கக்கூடிய மேலே இருக்கிற வேக்ஸ் கோட்டிங்கிறது வந்து இயற்கையாலுமே இந்த செடியை உற்பத்தி பண்ணி அந்த பழத்துக்கு தானே வரக்கூடியது, இதே உற்பத்தி பண்ணக்கூடியது. ഈ മെഴുകു പ്രതലം മുന്തിരിങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ഒരുതരം ഹോർമോണിന്റെ ഫലമായി രൂപമെടുക്കുന്നതാണ്. രാസകീടനാശിനികളുടെ സാന്നിധ്യമാണിതെന്ന പേടി അസ്ഥാനത്താണെന്ന് അനുഭവസ്ഥനായ കൃഷിക്കാരൻ പറയുന്നു. ബോഡോ മിശ്രിതം തളിക്കുമ്പോൾ ചിലപ്പോൾ മുന്തിരിങ്ങയിൽ വെള്ള കലർന്ന പൊടി പടർന്നു പിടിക്കാറുണ്ടെങ്കിലും അവയിലും കാൽസ്യം കാർബണേറ്റിന്റെ സാന്നിധ്യം മാത്രമേ ഉള്ളൂവെന്നും ഇദ്ദേഹം പറയുന്നു. ബോഡോ മിശ്രിതം തളിക്കുന്ന പതിവ് ഇപ്പോൾ കുറഞ്ഞിട്ടുമുണ്ട്. എന്തുകൊണ്ടും നമുക്ക് വിശ്വസിച്ച് കഴിക്കാവുന്ന മുന്തിരിങ്ങ തന്നെയാണ് വിപണിയിലെത്തുന്നതെന്ന് ഇദ്ദേഹം. കോയമ്പത്തൂരിനടുത്ത് കാളമ്പാലയത്തുള്ള വേലുമയിൽ സ്വാമിയുടെ കൃഷിയിടം കാണുന്ന ആരിലും മുന്തിരി കൃഷിയിലുള്ള കൗതുകം ഇരട്ടിയാകും. അത്ര മനോഹരമായ രീതിയിലാണ് ഈ കൃഷിയിടത്തെ ഇദ്ദേഹം പരിപാലിച്ചു പോരുന്നത്. എന്നാൽ ഈ മികവിൻ്റെ വലിയൊരു പങ്കും തൻ്റെ ഭാര്യയ്ക്ക് അവകാശപ്പെട്ടതാണെന്ന് വേലുമയിൽ സ്വാമി പറയുന്നു. സാധാരണയായി തമിഴ്നാട്ടിലെ സ്ത്രീകൾ പൊതുരംഗത്ത് വേണ്ടത്ര ഇറങ്ങി പ്രവർത്തിക്കാറില്ല. എന്നാൽ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഒരു അപവാദം കൂടിയാണ് വേലുമയിൽ സ്വാമിയുടെ ഭാര്യ സരസ്വതി. കൃഷി പഠിക്കാൻ യാത്ര ചെയ്യുകയാണ് പലപ്പോഴും ഭർത്താവ്. ആ സമയത്ത് മരുന്നടിക്കുന്നതിലും
വിളവെടുക്കുന്നതിലുമെല്ലാം മേൽനോട്ടം നൽകുന്നത് സരസ്വതിയാണ്. നിശ്ചയദാർഢ്യം തുളുമ്പുന്ന ആ മുഖഭാവം കണ്ടാലറിയാം, നിസ്സാരമായി ഒന്നും കാണാത്തതിൻ്റെ മികവാണ് ആ തോട്ടത്തിൽ വിളയുന്നതെന്ന്. 15ഓളം സ്ത്രീകളാണ് സ്വാമിയുടെ കൃഷിയിടത്തിൽ പണിയെടുക്കുന്നത്. ഇവരെയെല്ലാം നയിക്കുന്നതും നിയന്ത്രിക്കുന്നതുമെല്ലാം സരസ്വതി തന്നെ. ഭർത്താവ് അടുത്തില്ലാത്തതിൻ്റെ പോരായ്മ ഒരിക്കൽ പോലും വന്നു ചേരാതിരിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധ വയ്ക്കുന്നു. അവധി ദിവസങ്ങളിൽ പേരക്കുട്ടിയും ഉണ്ടാവും കൂടെ. കൃഷിയുടെ ബാലപാഠങ്ങൾ കുട്ടികളും പഠിക്കണമെന്നാണ് സരസ്വതിയുടെ അഭിപ്രായം. വേലുമയിൽ സ്വാമി സ്ഥലത്തുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ചായിരിക്കും തോട്ട സന്ദർശനം. പ്രഭാതങ്ങളിൽ വെളിച്ചത്തെ എത്തിപ്പിടിക്കാൻ വെമ്പൽ കാണിക്കുന്ന മുന്തിരിവള്ളികൾക്കിടയിലൂടെയുള്ള നടത്തം കൃഷിക്കെന്ന പോലെ മനസ്സിനും സുഖദായകരമെന്ന് സരസ്വതി. സ്വന്തം കുട്ടികളെ പരിപാലിക്കുന്നത്ര സൂക്ഷ്മതയോടെയാണ് ഇരുവരും മുന്തിരി തൈകളെ തലോടി കടന്നു പോകാറുള്ളത്. മരുന്നടിക്കുന്നതിനും വിളവെടുക്കുന്നതിലുമൊക്കെ ഇരുവരും കാട്ടുന്ന ശ്രദ്ധയും മാതൃകയാക്കേണ്ടത് തന്നെ. മുതലാളിയുടെ ആഠിത്യമോ അഹങ്കാരമോ ഒന്നും വെളിവാക്കാതെ ഏവരും ഒരുമിച്ച് ജോലി ചെയ്യുന്നത് കാർഷിക വൃത്തിയുടെ മാഹാത്മ്യം തന്നെയാണ് വെളിവാക്കുന്നത്. തൊഴിലാളികളെ സമാന ചിന്താഗതിയോടെ വീക്ഷിക്കാനുള്ള മനസ്ഥിതിയും ഇവർക്ക് വിജയമന്ത്രമാകുന്നു. മുന്തിരിങ്ങ വിൽക്കുന്നതിന് പരുവപ്പെടുത്താൻ തൂക്കി ബോക്സിനുള്ളിലാക്കുന്നതിൻ്റെ ചുമതല വഹിക്കുന്നതും സരസ്വതി തന്നെ. ഭർത്താവിന് താങ്ങും തണലുമായി ഇങ്ങനെയൊരു ഭാര്യയുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെയൊരു ഭാര്യയില്ലെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് വേലുമയിൽ സ്വാമി തുറന്നു പറയുന്നു. ஒய்ஃப் இல்லைன்னா எங்களுக்கு இந்த மாதிரி ஒரு பெரிய ஏரியாவில் இந்த மாதிரி கல்டிவேஷன் பண்ணுறதுங்கிறதெல்லாம் வந்து ஒய்ஃபோட உதவி இல்லைன்னா கொஞ்சம் சிரமமாக இருக்கும். അതേസമയം മുന്തിരി കൃഷിയുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ വേണ്ടത്ര പിന്തുണ നൽകണമെന്ന് പറയുവാൻ സരസ്വതി മറക്കുന്നില്ല. വില പിടിച്ചു നിർത്തുവാനുള്ള സാധ്യതകളാണ് ആവശ്യമെന്ന് കൂട്ടിച്ചേർക്കുവാനും ഇവർ ശ്രദ്ധിക്കുന്നു. கவர்மெண்ட்டு இன்னும் கொஞ்சம் அதிகமாக எங்களுக்கு சப்போர்ட் பண்ணும் விவசாயிகளுக்கு. அந்த பழத்துகளெல்லாம் வைக்கிறதுக்கு கோல்டு ஸ்டோரேஜ் அந்த மாதிரி வேணும். இல்லைன்னா ஒரு தடவைக்கு விலை வந்து அதிகமாக இருக்குது, சீக்கிரம் குறைஞ்சி போகுது. കൂട്ടുകുടുംബ വ്യവസ്ഥിതിയാണ് ഈ കർഷക ദമ്പതികളുടേത്. 2 ആൺമക്കളുള്ളതിൽ മൂത്തയാൾ ബിസിനസ്സിൽ വ്യാപരിക്കുമ്പോൾ ഇളയയാൾ അച്ഛനൊപ്പം കൃഷിയിൽ തന്നെയുണ്ട്. കുടുംബത്തിൻ്റെ ഒന്നടങ്കമുള്ള സഹകരണം ഇവരുടെ വിജയത്തിന് മാറ്റുകൂട്ടുന്നു. മുന്തിരി കൃഷിയുടെ അനന്ത സാധ്യതകൾ തിരിച്ചറിഞ്ഞ വേലുമയിൽ സ്വാമിക്ക് മുന്തിരി മാത്രമല്ല കൃഷിയായുള്ളത്. മൊത്തം 45 ഏക്കറിൽ മുന്തിരിക്കൊപ്പം വാഴയും തെങ്ങും മഞ്ഞളും കൃഷി ചെയ്തിരുന്നു. ഓരോന്നിനും തുല്യ അളവിൽ സ്ഥലം നൽകി കൃഷി ചെയ്തെങ്കിലും പിന്നീട് സ്വാമിക്ക് മനസ്സിലായത് മുന്തിരിയുടെ അനന്ത സാധ്യതകൾ. അങ്ങനെ വന്നപ്പോൾ മുന്തിരി കൃഷി 25 ഏക്കറിലേക്ക് വ്യാപിപ്പിക്കാൻ ഇദ്ദേഹം രണ്ടാമതൊന്ന് ചിന്തിച്ചില്ല. പാവയ്ക്കയും പടവലങ്ങയും ചുരക്കയുമൊക്കെ കൃഷി ചെയ്തിരുന്നയാൾ മുന്തിരിയിലും മഞ്ഞളിലും വാഴയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. 10 ഏക്കറിലാണ് ഇപ്പോൾ വാഴക്കൃഷി ചെയ്യുന്നത്. ഒരു വാഴയ്ക്ക് 25 രൂപ മുതൽ മുടക്ക് വരുമെന്ന് വേലുമയിൽ സ്വാമി. വെള്ളം ധാരാളമുള്ളതുകൊണ്ട് ഫ്ലഡ് ഇറിഗേഷനാണ് വാഴയ്ക്ക് നൽകാറുള്ളത്. തമിഴ്നാടിൻ്റെ വരണ്ട മണ്ണിൽ സദാ നനവുള്ള സ്വാമിയുടെ വാഴത്തോട്ടം ഐശ്വര്യത്തിൻ്റെ പ്രതീകമായി മാറുകയാണ്. ഓരോ വാഴയുടെയും ചുവട്ടിൽ വെള്ളം എത്തി നിൽക്കുന്നത് കൊണ്ട് തന്നെ വിളവും വളരെയധികം. വാഴയിൽ നിന്നു മാത്രം പ്രതിവർഷം 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും മധ്യയാണ് സ്വാമിക്ക് ലഭിക്കുന്ന ലാഭവിഹിതം. കൃഷി ആദായകരമായ പ്രവൃത്തിയല്ലെന്ന് ഇനി പറയുന്നതെങ്ങനെ? ഹരിതഭംഗിയുടെ ലാവണ്യതയുമായി തോട്ടത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വാഴകൾക്കിടയിലൂടെ നടക്കുവാനും വേലുമയിൽ സ്വാമി എന്ന ശുഭ്രവസ്ത്രധാരി രസം കണ്ടെത്തുന്നു. വസ്ത്രത്തിൻ്റെ ധവളിമ പോലെ കൃഷിയിലും കളങ്കമില്ലാത്ത തനിമ കാത്തുസൂക്ഷിക്കുന്നതാവണം ഈ കർഷകന്റെ വിജയരഹസ്യം. പഠനമർഹിക്കുന്ന മറ്റൊരു കൃഷി ഇദ്ദേഹത്തിൻ്റെ മഞ്ഞൾ തോട്ടങ്ങളാണ്. വിളവെടുപ്പ് കഴിഞ്ഞ് പദം വന്ന മഞ്ഞൾ പാടങ്ങൾ എത്രയോ മനോഹരമായ കാഴ്ചയാണ്. കിൻഡലിന് 2000 രൂപ വീതം നൽകുന്ന മഞ്ഞൾ 500 ടണ്ണാണ് ഇദ്ദേഹം പ്രതിവർഷം പറിച്ചുണക്കുന്നത്. മഞ്ഞൾ വെറുതെ പറിച്ചു വിൽക്കുകയല്ല ഇദ്ദേഹം, പകരം
പറിച്ചെടുക്കുന്ന മഞ്ഞൾ തോട്ടത്തിൽ തന്നെ പുഴുങ്ങി ഉണക്കി വിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരം മഞ്ഞളിന് ആവശ്യക്കാരേറെയെന്ന് വേലുമയിൽ സ്വാമി. കൃഷിയുടെ മാഹാത്മ്യം ഓരോ കണികയിലും കണ്ടറിഞ്ഞ കർഷകൻ. അതാണ് വേലുമയിൽ സ്വാമിയെ വ്യത്യസ്തനാക്കുന്നത്. ബിരുദധാരികൾ കാർഷിക വൃത്തിയിലേക്ക് കടക്കുന്നത് മടിയുള്ള ഒരു കാര്യമായിരുന്നിട്ട് കൂടി 3 ദശാബ്ദം മുൻപ് കാർഷിക വൃത്തിയിലേക്ക് തിരിഞ്ഞതാണ് ഇദ്ദേഹം. കാർഷിക വൃത്തിയോടുള്ള ഒടുങ്ങാത്ത അഭിനിവേശം ഒന്നു മാത്രമാണ് ഇതിന് നിദാനം. അതുകൊണ്ട് തന്നെ കഷ്ടപ്പെടുന്ന കർഷകന്റെ പ്രവൃത്തിയിൽ പ്രകൃതി കനിയുന്നുമുണ്ട്. അല്ലാത്ത പക്ഷം തമിഴ്നാട്ടിലേതുപോലെയുള്ള വരണ്ട മണ്ണിൽ ഇത്ര സമൃദ്ധമായി കൃഷി അനുഗ്രഹങ്ങൾ ചൊരിയുമോ? ലളിത ജീവിതമാണ് വേലുമയിൽ സ്വാമിയുടേത്. ഇദ്ദേഹത്തിൻ്റെ കൃഷിയിൽ നിന്ന് മാത്രമുള്ള വാർഷിക വരുമാനം 16 ലക്ഷം രൂപയാണ്. എന്നാൽ സമ്പാദിക്കുന്ന പണത്തിൻ്റെ വലിപ്പം ജീവിതത്തിൽ പ്രതിഫലിക്കരുതെന്ന് ശഠിക്കുന്ന സ്വാമി തൻ്റെ കൃഷിയിടത്തിൻ്റെ വികസനത്തിൽ പണത്തിൻ്റെ കുറവ് വരുത്താറുമില്ല. വരണ്ടുണങ്ങിയ ഭൂമിയിൽ കനകം വിളയിച്ച കർഷകന്റെ സാമ്രാജ്യത്തിൽ നിന്നും ഹരിതഭാരതം യാത്രയാവുമ്പോൾ സന്ധ്യയായിരുന്നു. ചുട്ടുപഴുത്ത് പൊടിപലം നിറഞ്ഞ മണ്ണിൽ നനവ് കാത്ത് കർഷകൻ കാത്തിരിക്കുമ്പോൾ അതാ സുന്ദരമായ മഴ. ഐശ്വര്യത്തിൻ്റെ മഴയിൽ നനഞ്ഞു കുളിച്ച് ഞങ്ങൾ യാത്രയാകുമ്പോൾ മറ്റൊരു ഹരിതഭൂമി ഞങ്ങളെ മാടി വിളിക്കുന്നുണ്ടായിരുന്നു.